ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോഡ്സ് പ്ലസ് ഫ്രം ഡെത്തിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് സിംഗും തുപ്പും കൂടെ ആയിട്ട് ആ ഒരു 7 പേരെ കൊല്ലുന്ന ഒരു റിച്വൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് വരുന്നതാണ്. ആ സീനൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ സിംഗ് ആണെങ്കിൽ തുപ്പിൻ്റെ അടുത്ത് നീ ഓക്കെ ആയിരിക്കുമല്ലോ, നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലോ നീ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം തുപ്പ് നീ അടുത്തുണ്ടല്ലോ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സിംഗിൻ്റെ ജാക്കറ്റിലേക്ക് ഇവൻ ചെന്ന് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഇവരുടെ ആ ഒരു വീട് തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ തുപ്പിന് എന്തിൻ്റെയൊക്കെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അവൻ ഉടനെ തന്നെ സിംഗിനെ പിടിച്ചിരിക്കുന്ന ഒരു പിടി വിടാണ്. ആ സമയം സിംഗ് എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല, നീ ഒന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. സിംഗ് അപ്പോൾ ഇല്ല, ഞാൻ നിന്നോട് ഒറ്റയ്ക്കിട്ട് പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. തുപ്പപ്പോൾ ഇല്ല, നീ ഇപ്പോൾ നിൽക്കണം, എന്നാലും നമുക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സിംഗ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഏതെങ്കിലും ആവശ്യമായിട്ട് തന്നെ വിളിക്കാനും പറയുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്ന ഉടനെ തന്നെ ആ ഒരു റീഡിൻ്റെ ഡോറ് ക്ലോസ് ആവുകയാണ്. ആ സമയം തുപ്പിൻ്റെ മുന്നിലേക്ക് ആ ഒരു റിച്വൽ നടത്തിയിരുന്ന മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ആത്മാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വരും, നീ ഇങ്ങോട്ടേക്ക് വന്നില്ലേ ഇനി നീ ജീവനോടെ പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ ആ റിച്വലിന് വേണ്ടിയിട്ട് അയാൾ കൊന്ന ആ ഒരു 7 വ്യക്തികളായിരിക്കാം അവരുടെ ആത്മാക്കൾ തുപ്പിന് ചുറ്റും അവൻ ആക്രമിക്കാൻ കണക്കിന് ഇങ്ങനെ വരുന്നുണ്ട്. ഇതേസമയം ഡോറ് ക്ലോസ് ആയി പോയതുകൊണ്ട് തന്നെ തുപ്പിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സിംഗ് പുറത്ത് കടന്ന് ഡോറ് തുറക്കാനായിട്ടും തുപ്പിനെ വിളിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. തുപ്പ് അത് കേട്ടിട്ട് സിംഗിൻ്റെ അടുത്ത് സിംഗ് നീ അകത്തേക്ക് കയറി വരരുത്, നീ എനിക്ക് കുറച്ച് ടൈം തരണം, എന്നാലും നമുക്ക് ഈ കേസ് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ, നീ അതുകൊണ്ട് എന്നെ ഒന്ന് വിശ്വസിക്കാനേ പറയുന്നുണ്ട്. ആ സമയം സിംഗ് ഓക്കെ, ഞാൻ നിനക്ക് 1/2 മണിക്കൂർ ടൈം തരാം, നീ പുറത്ത് വന്നില്ലെങ്കിൽ ഞാൻ അകത്തേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തുപ്പാണെങ്കിൽ ആ ഒരു പ്രേതങ്ങളെല്ലാം ഒഴിവാക്കി വിടാനായിട്ട് എന്തോ മന്ത്രങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു ആത്മാക്കളെല്ലാം അവൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോകുന്നുണ്ട്. ആ ഒരു ടൈമിന് തന്നെ ഈ ഒരു റിച്വൽ ചെയ്തിരുന്ന ആ ഒരു വ്യക്തി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അയാളാണെങ്കിൽ നിനക്ക് എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. തുപ്പ ആ സമയം എനിക്ക് റിച്വൽ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് അറിയേണ്ടത്, എന്തിനാണ് ഈ റിച്വൽ ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അയാൾ നിനക്ക് ചോദ്യത്തിനുള്ള മറുപടിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നീ എനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കയ്യിലൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അവൻ അവിടെ കിടന്നൊരു ഗ്ലാസിൻ്റെ കഷ്ണം എടുത്തിട്ട് അവൻ്റെ കൈ ഇങ്ങനെ ചേർത്ത് മുറിക്കുന്നുണ്ട്. ആ ഒരു ചോര തറയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അയാൾക്ക് അത് തന്നെ ധാരാളമായിരുന്നു. അവൻ ചോദിച്ചതിന് അയാൾ മറുപടി കൊടുക്കുന്നുണ്ട്. ഈ റിച്വൽ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ആയുസ് നീട്ടാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ അവനാണെങ്കിൽ ഈ ഫസ്റ്റ് കേസ്, അതായത് ഈ റിച്വൽ ഫസ്റ്റ് നടന്നത് സിസാക്കേറ്റിൽ 15 വർഷം മുമ്പല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അയാളപ്പോൾ ഒരിക്കലും അല്ല, ഈ കേസ് ആദ്യമായിട്ട് നടന്നത് 25 വർഷം മുമ്പാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നടന്ന കാര്യങ്ങൾ എന്താണ് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇയാൾ ആ ടൈമിന് ഇവിടെ ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്ന ഒരു കാലമായിരുന്നു. ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ഒരു ദിവസം ഒരു കള്ളനെ ഓട്ടിച്ചുകൊണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് വന്ന് കയറുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ആ ഒരു കള്ളനുമായിട്ട് ഫൈറ്റ് നടക്കുമ്പോഴത്തേക്കും ഈ ഒരു സന്യാസി പ്രാർത്ഥിച്ചു വെച്ചിരുന്ന ഒരു കത്തി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കത്തി കൊണ്ട് ആ ഒരു കള്ളൻ ഇയാളെ കുത്തുന്നുണ്ട്. അങ്ങനെ അതിലൂടെ ഒരു ശാപം ഇയാളിലേക്ക് കയറുന്നുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് താൻ ഇങ്ങനെ ഒരു ശാപത്തിൽ പെട്ടുപോയെന്നുള്ള കാര്യം ഇയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഇയാൾ ഈ ഒരു സ്വാമിജിയുടെ അടുത്തേക്ക് തന്നെ വരാണ്. ആ ടൈമിന് ഇയാൾ ഉടനെ തന്നെ മരിക്കുമെന്നും ഈ ഒരു ശാപം ഇയാളുടെ മകനെ അഫക്റ്റ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. ഇയാളുടെ മകൻ ഒരു കുഞ്ഞു കുട്ടിയായിരുന്നു. അപ്പോൾ ഈ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് ഈ ഒരു ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് താൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ആ ടൈമിനാണ് ഈ ഒരു സന്യാസി പറഞ്ഞു കൊടുക്കുന്നത്, നിൻ്റെ ആ ഒരു ആയുസ് നീട്ടിക്കൊണ്ട് പോകാനായിട്ട് നീ ഈ 7 പേരെ കൊന്നിട്ട് അയാളുടെ ബോഡി ഇങ്ങനെ സമർപ്പിക്കുന്ന ആ ഒരു റിച്വൽ ചെയ്യണമെന്ന്. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പോലീസുകാരൻ ഈ ഒരു റിച്വൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ ഇയാൾ കൊല്ലുന്നുമുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു കേസിൽ മെയിനായിട്ട് കണ്ടൊരു കാര്യമായിരുന്നു മരിച്ചു പോയിട്ടുള്ള ആൾക്കാരുടെ ഡെഡ് ബോഡീസിൽ കണ്ണും വായും എല്ലാം തന്നെ ഇങ്ങനെ തുന്നിക്കെട്ടി വെച്ചിരിക്കുന്നത്. അതെന്തിനാണെന്നും കൂടി ഇപ്പോൾ ഈ ഒരു സന്യാസി പറയുന്നുണ്ട്. കണ്ണുകൾ തുന്നിക്കെട്ടി വെക്കുന്നത് മരിച്ചുപോയവരുടെ ആത്മാക്കൾ വന്നിട്ട് ഇവരെ കണ്ടുപിടിച്ച് ഇവരൊന്നും ചെയ്യാതിരിക്കാനാണ്. പിന്നെ വാളും തുന്നിക്കെട്ടി വെക്കുന്നത് ഇവരെ കണ്ടുപിടിച്ചാൽ തന്നെ ഇവരെ ശപിക്കാതിരിക്കാനാണ്. ആ സമയം തുപ്പ് ഈ ഒരു പോലീസുകാരൻ ഇപ്പോൾ എവിടെയാണുള്ളത്, ഇതൊക്കെ ഇപ്പോൾ ആരാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അത് നീ തന്നെ കണ്ടുപിടിക്കാനുള്ളതാണ്, അത് നീ തന്നെ മനസ്സിലാക്കി എടുക്കുമെന്ന് തുപ്പിനോട് ഈ ഒരു സന്യാസി പറയുന്നുണ്ട്. അങ്ങനെ തുപ്പ് ആ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ ടൈമിന് സിംഗ് ആണെങ്കിൽ അവിടെ പുറത്തേക്കിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ എന്താ സംഭവിച്ചത്, എന്തെങ്കിലും സംഭവിച്ചോ, എന്താ പ്രശ്നം ഉണ്ടായെന്നൊക്കെ ഇനി ചോദിക്കുന്നുണ്ട്. ആ സമയം തുപ്പ് കുറച്ച് പിന്നെ അവൻ്റെ കൈ ഇങ്ങനെ മുറിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിങ്ങനെ സിംഗ് കണ്ടിട്ട് ഇങ്ങനെ ചോര വരുന്ന കാണുമ്പോഴത്തേക്കും ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചോ, ആത്മാവ് നിന്നെ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തുപ്പപ്പോൾ ഇല്ല, ഇത് ഞാൻ തന്നെ ചെയ്തതാണ്, ഇതിപ്പോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു, ആ കില്ലറിന് എന്താണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. എന്നാൽ സിംഗ് ആണെങ്കിൽ ഇപ്പോൾ അതാണോ നോക്കേണ്ടത്, ഇപ്പം നിന്നെക്കുറിച്ചാണ് ശ്രദ്ധിക്കേണ്ടത്, നീ ഓക്കെ ആണെന്നല്ലേ നമ്മളിപ്പോൾ നോക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് തുപ്പിനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ഡറിൻ്റെയാണ്. ഡറിനിപ്പോൾ അവൻ്റെ ലാബിൽ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിന് അവനെ മീറ്റ് ചെയ്തിട്ട് ഒരു ലാബിൻ്റെ റിസൾട്ട് വാങ്ങാനായിട്ട് മെക്ക് വരുന്നുണ്ട്. അപ്പം മെക്ക് വന്നിട്ട് നീ ഇപ്പോൾ ഓക്കെ ആണോ, ഇപ്പോൾ എങ്ങനെയുണ്ട്, നിന്നെ കണ്ടിട്ട് തീരെ ഉറക്കം കിട്ടാത്ത പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ ഒരു പ്രതിമ കിട്ടിയതിന് ശേഷം ഫുള്ള് ടെൻഷനാണ്, നേരെ ഉറക്കമൊന്നുമില്ല എന്ന് തിരിച്ച് അവൻ പറയുന്നുണ്ട്. ആ സമയം സേയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സേയും വന്ന് മെക്കിനോട് സംസാരിക്കുന്നുണ്ട്. ആ ടൈമിന് മെക്ക് പറയുന്നുണ്ട്, അല്ല ഇങ്ങനെ ടെൻഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഒന്ന് പോയി നോക്കിക്കൂടെ, ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും കുറച്ച് ആശ്വാസം എങ്ങനെയും കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നീട് കാണിക്കുന്ന കിങ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന സമയം അവൻ്റെ അച്ഛൻ അവനെ കണ്ട് സംസാരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയാൾ കുറച്ച് വലിയൊരു പുള്ളിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് സംസാരിക്കണമെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ബാക്കി നിൽക്കുന്ന ഓഫീസേഴ്സ് എല്ലാവരും
ഇവർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാറി കൊടുക്കുന്നുണ്ട്. ആ ടൈമിന് കിങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ നീ എപ്പോഴാണ് ഈ കേസ് ക്ലോസ് ചെയ്യാൻ പോകുന്നത്? തുടങ്ങിയിട്ട് കുറേ ആയല്ലോ, ഞങ്ങളെയൊക്കെ ഇട്ട് ഇതിനെ ടെൻഷൻ അടിപ്പിക്കുന്നത് എന്തിനാണ്? ഒരു കാര്യം ചെയ്യും, കേസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ ആൾക്കാർക്ക് അയക്കും, ഞങ്ങൾ തന്നെ കേസ് ക്ലോസ് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം എല്ലാ കാര്യങ്ങളും അച്ഛൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഈ സമയത്ത് ഞാൻ കേസ് ക്ലോസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുമെന്ന് അവൻ്റെ അച്ഛൻ തിരിച്ചു പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സെയിനെയും ഡറിനെയും തന്നെയാണ്. അവരുടെ ലാബിൽ അവർക്ക് ലഞ്ച് ബ്രേക്ക് ആവുന്ന ടൈമിന് ഡറിനാണെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ സെയാണെങ്കിൽ ലഞ്ച് ബ്രേക്കിൻ്റെ അരമണിക്കൂറുണ്ട്, നീ പുറത്തേക്ക് കറങ്ങിയിട്ട് വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് അതൊരു ഫാമിലി മാറ്റർ ഉണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി താൻ പോയതാണെന്ന് ഡറിൻ പറയുന്നുണ്ട്. ശരിക്കും പക്ഷേ അവൻ എന്തിനാണ് പോയത് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അവനാണെങ്കിൽ ആ ഒരു പ്രതിമ കിട്ടിയതിന് ശേഷം ശരിക്കും പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ നേരെ ഒരു ശാന്തി താമിലുള്ള ആ ഒരു സ്വാമീനെ കാണാനാണ് പോയത്. അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, നിന്നോട് ഒരു ആത്മാവ് കൂടിയിട്ടുണ്ട്, നീ എന്തോ ഒരു മോശം കാര്യത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നല്ല നല്ല കുറച്ച് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നാലും അത് നിന്നെ വിട്ട് പോകത്തുള്ളൂ. ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നീ വിചാരിക്കും പോലെയല്ല, നിന്നെ സ്നേഹിക്കുന്നവരെയും കൂടെ അതാണെങ്കിൽ മോശത്തിലേക്ക് കൊണ്ടിടൂന്ന് പറയുന്നുണ്ട്. അതിലേക്ക് വരുമ്പോഴത്തേക്കും ശരിക്കും എന്തിനാണ് ഡറിൻ പോയെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അവൻ സെയിനോട് തുറന്ന് പറയുന്നില്ല. പിന്നീട് കാണിക്കുന്നത് സിങ്ങിനെയും തുപ്പിനെയാണ്. ഇപ്പോൾ തുപ്പിൻ്റെ കൈ മുറിഞ്ഞതുകൊണ്ട് തന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മുറിവിൽ മരുന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന നേരത്തെ വേദനിക്കുന്നതെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും സിങ് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിളിക്കാൻ മാത്രം എന്താണ്, ജസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ അല്ലേ? ആ സമയം തുപ്പ അതിനിപ്പോൾ എന്താ, ഞാൻ കുഞ്ഞല്ലേ, നിന്നെ പോലെ ഞാൻ അത്ര ടഫൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. സിങ് ആ ടൈമിന് ശരി ശരി നീ ഇവിടെ ഇരിക്കും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അങ്ങോട്ടേക്ക് ബില്ലടയ്ക്കാനായിട്ട് പോകുന്നുണ്ട്. ആ സമയം തുപ്പാണെങ്കിൽ ആലോചിക്കുന്നുണ്ട്, ആ ഒരു വീട്ടിൽ വെച്ച് ആ ഒരു വ്യക്തിയുടെ ആത്മാവ് അവനോട് എന്താണ് പറഞ്ഞതെന്ന്. അയാളപ്പോൾ സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ട്. അയാളാണെങ്കിൽ ആ ഒരു പോലീസുകാരൻ്റെ കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പോലീസുകാരന് ഒരു വയ്യാത്ത മകനാണുള്ളത്, ആ ഒരു മകനെ കൂടെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളാണ് ഈ റിച്വലൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ ആ ഒരു കാര്യം ചിന്തിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇവൻ്റെ മനസ്സിൽ ഇവനൊരു തോന്നൽ വരുന്നുണ്ട്. അങ്ങനെ അവൻ ഉടനെ തന്നെ അവിടെ കൗണ്ടറിലുള്ള അവിടെ ഇരിക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് ഈ ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് സെക്ഷൻ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അതെ, ഈ സിസാക്കേറ്റിൽ പീഡിയാട്രിക് സെക്ഷൻ ഫസ്റ്റ് വന്നത് തന്നെ ഈ ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നുണ്ട്. തുപ്പപ്പോൾ ഈ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി എന്ന് വെച്ചപ്പോൾ 20 വർഷത്തിന് മേലെയായി എന്ന് പറയുന്നുണ്ട്. ആ ടൈം തന്നെ സിങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സിങ്ങിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞിട്ട് അതൊരു വയ്യാത്ത കുഞ്ഞായിരുന്നില്ലേ, ഒരു പക്ഷേ ആ കുഞ്ഞിൻ്റെ എല്ലാം മെഡിക്കൽ ഹിസ്റ്ററി നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയാലോ, ഒന്ന് ചോദിച്ചു നോക്കിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സിങ് ആണെങ്കിൽ ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോലീസുകാരനാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ആയിരിക്കുന്ന സ്റ്റാഫ് ലേഡിയുടെ അടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ലേഡി ആണെങ്കിൽ ഓക്കെ തരാം, പക്ഷേ എനിക്ക് ഡയറക്ടറിൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്, പിന്നെ നാളെ നിങ്ങൾ ലോക്കൽ അതോറിറ്റീസിൻ്റെ അടുത്തും കൂടെ ഒന്ന് അറിയിക്കേണ്ടി വരുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടാനായിട്ട് നാളെ ആവുമെന്ന് മനസ്സിലാവുന്നുണ്ട്. സിങ്ങാണെങ്കിൽ തുപ്പിൻ്റെ അടുത്ത് നമുക്ക് ഇന്ന് ഇവിടെ ടൗണിൽ സ്റ്റേ ചെയ്യാം, നാളെ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇവിടെ ഒരു ഹോട്ടൽ റൂമിൽ താമസിക്കേണ്ടി വരുമെന്നൊരു കാര്യം തുപ്പിന് മനസ്സിലായിട്ട് ഹോട്ടൽ റൂമിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാലെന്നൊക്കെ കരുതിയിട്ട് എന്താണ് എൻ്റെ ഉദ്ദേശം ഒന്ന് തുപ്പ് ചോദിക്കുന്നുണ്ട്. എന്നാൽ തുപ്പ് ഉദ്ദേശിക്കുന്ന കാര്യം സിങ്ങിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ തുപ്പാണെങ്കിൽ അല്ലല്ലേ എങ്ങനെ മനസ്സിലാവാനെന്ന് വിചാരിക്കുന്നുണ്ട്. ആ ടൈമിൽ സിങ്ങാണെങ്കിൽ എന്ത് കാര്യം ആവട്ടെ എല്ലാം കേസ് കഴിഞ്ഞിട്ട് ചിന്തിക്കാമെന്ന് പറയുന്നുണ്ട്. തുപ്പ അപ്പോൾ എന്ത് പറഞ്ഞാലും അവൻ്റെ ഒരു കേസ്, എങ്കിൽ പിന്നെ കേസ് കഴിയട്ടെ, എന്നാലും ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തുള്ളൂ എന്ന രീതിയിൽ തുപ്പ് ദേഷ്യപ്പെട്ടങ്ങ് പോകുന്നുണ്ട്. പിന്നീട് ഹോട്ടലിൽ റൂം എടുക്കാൻ ചെല്ലുമ്പോഴായാലും തുപ്പിന് ഇപ്പോഴും ദേഷ്യമുള്ളതുകൊണ്ട് തന്നെ 2 റൂം വേണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ സിങ് വേണ്ട, ഒരൊറ്റ റൂം മതി, ഒരു ബെഡ് വരുന്നത് തന്നെ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും തുപ്പ് അപ്പോഴും ദേഷ്യത്തിൽ നിൽക്കായിരുന്നു. സിങ് അപ്പോൾ നീ എന്തിനാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒഫീഷ്യൽ ആവണം, ഇപ്പോഴും ഒഫീഷ്യലായിട്ട് എല്ലാവരും അറിയിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്, നമുക്ക് പിന്നെ പോരെ, പിന്നെ ബാക്കിയുള്ളവർ അറിയിച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ, നമ്മൾ കണ്ടൊരു പരസ്പരം മനസ്സിലാക്കണം, അത്രയല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ തുപ്പാണെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല, പക്ഷേ ഇപ്പം നിന്നെ തട്ടിയെടുക്കാനായിട്ട് കിങ്ങും ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. ആസിഫ സിംഗ് പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അത് വീണ്ടും പറയുന്നു, ഒരിക്കലും കിങ് എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരത്തില്ല, നീ അതുകൊണ്ട് അവനെക്കുറിച്ചൊരു ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ തന്നെ സിംഗിന് നന്നായിട്ട് അതിൻ്റെ ബാക്ക് പെയിൻ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. തുപ്പ് വന്നപ്പോൾ ബാക്ക് പെയിൻ മാറാനായിട്ടുള്ള പാച്ചൊക്കെ കൊണ്ടാണ് വന്നത്, അതുകൊണ്ട് തന്നെ സിംഗിൻ്റെ അടുത്ത് താനത് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് സിങ്ങിന് അതൊക്കെ വശം കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് ആരും ഇവരുടെ ഡോറിലൊന്ന് കോളിംഗ് ബെല്ലടിക്കുന്നത്. അപ്പോൾ സിങ് ചെന്ന് നോക്കുന്നുണ്ട് ആ സൈഡിലുള്ള ഒരു ഹോൾ വഴി. ആ ഒരു ടൈമിന് എന്നെ തുപ്പാണെങ്കിൽ നീ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് വേറെ ആരുമല്ല കിങ് തന്നെയാണ്. ഒന്നാമതേ കിങ്ങിൻ്റെ അരി ഇപ്പോൾ പറഞ്ഞിട്ട് ഒരടിയായതേ ഉള്ളൂ. അപ്പോൾ തന്നെ കിങ്ങിനെ കാണുമ്പോഴത്തേക്ക് തുപ്പിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. കിങ് വന്നത് തുപ്പിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും സിങ്ങിന് മനസ്സിലാകുന്നുണ്ട്. ആ ടൈമിന് കിങ് ആണെങ്കിൽ എനിക്കിനോട് സംസാരിക്കാനുണ്ടെന്ന് സിങ്ങിനോട് പറയുന്നുണ്ട്. അങ്ങനെ തുപ്പും സിങ്ങും സംസാരിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ആ ടൈമിന് കിങ് ആണെങ്കിൽ എൻ്റെ അച്ഛൻ ഇതുപോലെ കേസ് അവരെ കയ്യിൽ ഏൽപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അവരായി പോയി കഴിഞ്ഞാൽ നമ്മുടെ വഴിക്കൊന്നും നടക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് നിൻ്റെ അച്ഛനാണെങ്കിൽ ഇതിയൊക്കെ ഒന്ന് മാറി ഇന്നൂടെ, നിനക്കൊന്ന് പറഞ്ഞൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് തിരിച്ച് കിങ് ചോദിക്കുകയാണ്.
തുപ്പപ്പോൾ നിൻ്റെ അച്ഛൻ എന്നെ പ്രതിയാക്കാനാണോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ സിംഗ് ആണെങ്കിൽ ഇവനെ പ്രതിയാക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല, നേരായ വഴിക്ക് മാത്രം കേസ് നടന്നാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. കിങ് ആ ടൈമിന് അതിനെയൊക്കെ കുറിച്ച് പറയാനാണ് ഞാനും ഇപ്പോൾ വന്നത്, നിങ്ങളിവിടെ വന്നില്ലേ, എന്തെങ്കിലും തെളിവുകളെല്ലാം കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ തുപ്പാണെങ്കിൽ ഒരു പോലീസുകാരനാണ് ഈ റിച്വലൊക്കെ ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. സിംഗും അപ്പോൾ പറയുന്നുണ്ട് അയാളൊരു പോലീസുകാരനായതുകൊണ്ടായിരിക്കും ഇത്രയും കാലം നമുക്ക് അയാളെ പിടിക്കാൻ പോലും പറ്റാതിരുന്നത്. അയാൾക്ക് എങ്ങനെ രക്ഷപ്പെടണം, എങ്ങനെ തെളിവുകളൊക്കെ ബാക്കി വെക്കാതിരിക്കണം എന്നെല്ലാം തന്നെ നന്നായിട്ട് അറിയാമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം നാളെ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ നീ റെഡിയായി നിൽക്കുക, നമുക്ക് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അന്വേഷിക്കാൻ എൻ്റെ സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ ഇവനെ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കിങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ പറഞ്ഞത് തുപ്പിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. റൂമിലേക്ക് ചെന്നിരിക്കുമ്പോൾ തന്നെ തുപ്പ് ഭയങ്കര ദേഷ്യത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ സിംഗിനെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ അവൻ ഡ്രോയിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സിംഗിന് അത് കാര്യം മനസ്സിലായിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം ഞാനും കിങ്ങും തമ്മിൽ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. തുപ്പപ്പോൾ അതെനിക്ക് നന്നായിട്ടറിയാം, നിങ്ങളുടെ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ളതാണെന്നും എനിക്കറിയാം, പക്ഷേ എനിക്കെന്തോ ജലസ് ഫീൽ ചെയ്യുന്നു, എനിക്കറിയാം ഞാൻ മെച്ചുവറായിട്ടാണ് പെരുമാറേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ എൻ്റെ ഇമോഷൻസ് പുറത്തേക്ക് കൊണ്ടുവരാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ സിംഗ് ആണെങ്കിൽ ഓക്കെ അങ്ങനെ തന്നെയാണ് വേണ്ടത്, നന്നായി എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിൽ തുപ്പാണെങ്കിൽ പക്ഷേ എങ്ങനെയായാലും ശരി തന്നെ ഇന്ന് ഞാൻ നിങ്ങളുടെ ബെഡിൽ കിടക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ സിംഗ് ആണെങ്കിൽ ഇല്ല നീ കിടന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് തുപ്പിനെ അടുത്തേക്ക് വിളിക്കുമ്പോൾ തുപ്പ് മാറിപ്പോകാനായിട്ട് നോക്കുന്നുണ്ട്. ആ ടൈമിൽ സിംഗ് അവനെ പിടിച്ച് ബെഡിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് റൊമാൻറ്റിക് ആവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തുപ്പ് ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ സിംഗ് ഓൾറെഡി റെഡി ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അവനാണെങ്കിൽ മോത്തി ഫേസ് ക്രീമൊക്കെ ഇട്ടിട്ട് ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു ഒരുങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തുപ്പാണെങ്കിൽ ഇത്രയും ഒരുങ്ങേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പുറത്ത് പോകുമ്പോൾ പിന്നെ അടിപൊളിയായിട്ട് ഇരിക്കേണ്ടേ എന്നൊക്കെ തിരിച്ച് സിംഗ് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും റെഡി ആയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ ടൈമിന് കിങ്ങും കറക്റ്റ് ടൈമിന് തന്നെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അവർ മൂന്നുപേരും നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഓൾറെഡി ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടാനായിട്ട് തന്നെ ഒരു വാറൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെല്ലുമ്പോൾ തന്നെ ഹോസ്പിറ്റലിലെ ഡയറക്ടർ ഇൻഫർമേഷൻ എടുക്കാനായിട്ടൊക്കെ തന്നെ അവർക്കാണെങ്കിൽ പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇൻഫർമേഷൻസ് ഇരിക്കുന്ന റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് 25 വർഷം മുമ്പുള്ള റെക്കോർഡ്സ് എല്ലാം അവിടെയാണ് ഇരിക്കുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഇങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് തുപ്പിനെയും മറ്റുള്ളവരെല്ലാവരും എപ്പോഴും ഹേർട്ട് ചെയ്യുന്ന ഒരു പ്രേതം അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെന്തോ അവിടെ ഉള്ളതുപോലെ ഇവന് ഫീൽ ചെയ്തിട്ട് ഇവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ തുപ്പ് ഒന്നിനും തന്നെ കാണുന്നില്ല. സിംഗ് എന്തോ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ തുപ്പ് ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം പക്ഷേ ഒരു പ്രേതം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്ന ഏതൊരു ലേഡിയാണെന്ന് തോന്നുന്നു. അവരാണെങ്കിൽ ഹോസ്പിറ്റലിലെ സ്റ്റെയർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന ടൈമിന് ആ ഒരു പ്രേതം അവരെ പുറകെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതേ സമയം ആ ഒരു അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു പോലീസ് ഓഫീസറിൻ്റെ മകൻ, ആ ഒരു മകൻ്റെ ഇൻഫർമേഷൻ മെഡിക്കൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കിങ് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഡീറ്റെയിൽസ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു കുഞ്ഞിന് 3 വയസ്സ് വരെ ഉള്ളപ്പോൾ ഉള്ള ഇൻഫർമേഷൻസ് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 3 വയസ്സിന് ശേഷം ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ പുറത്തേക്കുന്ന സ്റ്റാഫിനെ വിളിച്ചിട്ട് ഈ കുഞ്ഞിനെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിനെ പറ്റിയോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ ആ ഒരു കുട്ടിയുടെ പേരിങ്ങനെ വായിക്കുമ്പോഴത്തേക്കും അതിൽ സെക്കൻഡ് നെയിം എവിടെയോ കേട്ട് നല്ല പരിചയമുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും അവിടെ തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരു നേഴ്സിൻ്റെ സെക്കൻഡ് നെയിം ആയിരുന്നു അത്. അപ്പോൾ ആ ഒരു നേഴ്സിൻ്റെ കുഞ്ഞാണെന്ന് ഉറപ്പാണത്. അപ്പോൾ അങ്ങനെ ആ ഒരു നേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു നേഴ്സിനെ എല്ലാവരും ചാബ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു നേഴ്സിൻ്റെ ഫോട്ടോ കാണുന്നതും തുപ്പ് പെട്ടെന്ന് ടെൻഷൻ ആവുന്നുണ്ട്. സിംഗ് ശ്രദ്ധിച്ചിട്ട് എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രേതം, ആ പ്രേതത്തിൻ്റെ മുഖം ഇതുപോലെയുള്ളതൊന്നായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് തന്നെ ആ ഒരു നേഴ്സിനെ പറ്റി എന്തെങ്കിലും അറിയാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വലുതായിട്ടൊന്നും ഓർമ്മ വരുന്നില്ല. ബട്ട് അവരുടെ ഹസ്ബൻഡ് ഒരു പോലീസ് ഓഫീസറായിരുന്നു. അയാൾ പക്ഷേ ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ആർക്കും അറിയത്തില്ലായിരുന്നു. പിന്നെ ഈ ഒരു നേഴ്സാണെങ്കിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി അങ്ങ് പോവുകയാണ് ചെയ്തത്. അവർ പിന്നെ ഈ ഹോസ്പിറ്റലിൽ ഒരുപാട് മെഡിക്കൽ ബില്ലും കൊടുക്കാനായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം കിങ് ഓക്കെ ഈ ഇൻഫർമേഷൻ തന്നതിന് താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. ആ ഒരാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേസമയമാണ് തുപ്പിനൊരു കോൾ വരുന്നത്. കോളിൽ അവൻ്റെ അങ്കിൾ അവനെ വിളിച്ചിട്ട് ആൻറ്റിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്നാണ് പറയുന്നത്. നേരത്തെ നമ്മളാണെങ്കിൽ ആ ഒരു പ്രേതം ഒരു ലേഡീനെ ഫോളോ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് അവൻ്റെ ആൻറ്റി ആയിരുന്നു. ആ ഒരു പ്രേതം കാരണമാണ് ഇപ്പോൾ ആ ഒരു ആൻറ്റിക്ക് ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം അറിയുമ്പോൾ തന്നെ തുപ്പാണെങ്കിൽ താൻ അങ്ങോട്ടേക്ക് പോവാണ്, നിങ്ങൾ കേസ് അന്വേഷിക്കുന്ന കണ്ടിന്യൂ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് തുപ്പ അവിടെ നിന്ന് പോകുന്നുണ്ട്. കിങ്ങും സിംഗും നേരെ പോകുന്നത് അവരിപ്പോൾ ഉള്ള സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ ചെന്നിട്ട് ഇതുപോലെ അവർ സ്പെഷ്യൽ ഡിവിഷനിലെ ഓഫീസേഴ്സാണ്, ഇതുപോലെ കുറച്ച് ഇൻഫർമേഷൻ വേണ്ടിയിട്ട് വന്നതാണ്. 25 വർഷം മുമ്പ് നടന്ന ആ ഒരു 7 പേരെ കൊന്ന ഒരു റിച്വൽ അതിനെപ്പറ്റി അറിയാനാണ് വന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അവിടെ വർക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസർ അയ്യോ അത്രയും വർഷം മുമ്പുള്ള കേസിനെ പറ്റിയിട്ടൊക്കെ അറിയാമെന്നുള്ള ആൾക്കാരെല്ലാം ഓൾറെഡി തന്നെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് അറിയാമെന്നുള്ളത് ഒരാളുണ്ട്. അയാളെ ഇപ്പോൾ നമ്മൾ ഡ്യൂട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കാരണം ആൾ അത്ര സ്റ്റേബിൾ അല്ല. പക്ഷേ ആളിവിടെ പോലീസ് സ്റ്റേഷനിൽ തന്നെയുണ്ട്, ആ റെക്കോർഡ്സ് ഇരിക്കുന്ന റൂമിലുണ്ട്, അത് അവിടെയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ ആ റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു ഓഫീസർ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ചെന്ന് അയാളെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ഈ ഒരു നേഴ്സായിട്ടുള്ള ആ ഒരു ലേഡി ചാബയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ തനിക്ക് അറിയത്തില്ല എന്ന് അയാൾ ഒറ്റ വായിക്ക് പറയുന്നുണ്ട്. ആ ടൈമിൽ കിങ് ആണെങ്കിൽ നിങ്ങൾ നേരെ നോക്കിയിട്ട് മര്യാദയ്ക്ക് പറയുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ വേറെ ഓഫീസേഴ്സ് വേറെ രീതിയിലൊന്ന് ചോദിക്കേണ്ട അവസ്ഥയാവും എന്ന് പറയുന്നുണ്ട്.
ആ ടൈമിന് അയാളാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അയാൾ കണ്ണാടിയൊക്കെ എടുത്ത് വെച്ചിങ്ങനെ നോക്കുന്നുണ്ട്. ആ ഒരു ലേഡീനെ നോക്കിയിട്ട് അവരുടെ പേരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അയാളാണെങ്കിൽ ആലോചിച്ചെടുക്കാൻ ശ്രമിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് മറ്റേ ഇവിടെ തന്നെ വർക്ക് ചെയ്തിരുന്ന അത്തിക്കുൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോലീസ് ഓഫീസറിൻ്റെ വൈഫാണ്. 25 വർഷം മുമ്പ് ഞാൻ അയാളുടെ കീഴിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ടൈമിന് ഇപ്പോൾ ആ ഒരു പോലീസ് ഓഫീസർ എവിടെ ഉണ്ടെന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് അയാൾ ഒത്തിരി വർഷം മുമ്പേ മരിച്ചു എന്ന് പറയാണ്. അതേസമയം തുപ്പിനെ കാണിക്കുകയാണെങ്കിൽ തുപ്പ് നേരെ അവൻ്റെ ആൻറ്റീനെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അവിടെ വരുമ്പോഴത്തേക്കും അങ്കിളും ആൻറ്റി അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് തുപ്പിനെ കാണുന്നതും ആൻറ്റി പറയുന്നുണ്ട്, എന്നെയാണെങ്കിൽ ഒരു പ്രേതമാണ് അറ്റാക്ക് ചെയ്തത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. രാവിലെ തന്നെ ഒരു പ്രേതം ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ മിക്കവാറും നിൻ്റെ അങ്കിൾ എന്തെങ്കിലും ബാഡ് ലക്ക് എവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുന്നു. തുപ്പ അപ്പോൾ ഒരുപക്ഷെ അങ്കിൾ കാരണമായിരിക്കത്തില്ല ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നില്ലേ, മേ ബി എൻ്റെ കൂടെ വന്ന് എന്തെങ്കിലും ബാഡ് ലക്ക് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം അങ്കിളാണെങ്കിൽ ഒരിക്കലും ഇല്ല, അങ്ങനെയൊന്നുമില്ല, ചിലപ്പോൾ നിൻ്റെ ആൻറ്റിയുടെ എന്തെങ്കിലും ബാഡ് ലക്ക് തന്നെ ആയിരിക്കും, നീ അങ്ങനെയൊന്നും വിചാരിക്കില്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ആൻറ്റി ആണെങ്കിൽ പക്ഷേ ഞാൻ ഒരു പ്രേതത്തിനെ കണ്ടെന്ന് പറയുന്നത് സീരിയസ് ആയിട്ടാണ്, ഒരു പെണ്ണിൻ്റെ പ്രേതമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തുപ്പിനൊരു ഡൗട്ട് വരുന്നുണ്ട്, ഒരു പക്ഷേ അവനെ എപ്പോഴും പേടിപ്പിക്കുന്ന ആ ഒരു പ്രേതമായിരിക്കുമെന്ന്. അതിൻ്റെ ഒരു പടം അവനവൻ്റെ ബുക്കിൽ വരച്ചിട്ടുണ്ടായിരുന്നു. അത് അവനവൻ്റെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൻറ്റിക്ക് അത് കാണിച്ചു കൊടുത്തിട്ട് ഇതാണോ ആ പ്രേതം എന്ന് ചോദിക്കുന്നുണ്ട്. ആൻറ്റി അപ്പോൾ അതെ ഇത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതേസമയം വീണ്ടും കിങ്ങിനെ സിങ്ങിനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ആ ഒരു പോലീസ് ഓഫീസർ ഇവർക്ക് കൊടുത്ത ഇൻഫർമേഷൻസ് അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ മറ്റേ ആ ഒരു അത്തിക്കുന്ന് പറഞ്ഞ പോലീസുകാരൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസോ വല്ലതും കൊണ്ടോന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും 25 വർഷമൊക്കെ മുമ്പുള്ളൊരു കാര്യമല്ലേ, അതൊക്കെയാണെങ്കിൽ പേപ്പറിൽ എഴുതിക്കൊണ്ടുന്ന ഡീറ്റെയിൽസ് ആയതുകൊണ്ട് തന്നെ ആ പേപ്പറൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരിക്കും, ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കിങ്ങും സിംഗും അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. എന്നാൽ ആ ടൈമിലാണ് പോലീസുകാർ ഓടി വന്നിട്ട് ഒരു ഡോക്യുമെൻ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവരെ കൈ കൊണ്ട് കൊടുക്കുന്നത്. നൈറ്റ് ആകുമ്പോഴത്തേക്കും വീണ്ടും തുപ്പിനെ തന്നെ കാണിക്കുമ്പോഴത്തേക്കും തുപ്പ ഇപ്പോഴും അവൻ്റെ ആൻറ്റിയുടെ അങ്കിളിനെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. തുപ്പ അതിനെ ശരിക്കും ശരി ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകാനേ തുടങ്ങുന്നുണ്ട്. ആ ഒരു ടൈമിന് തന്നെ സിങ്ങിനെയും കിങ്ങിനെയും കാണിക്കുകയാണെങ്കിൽ അവർ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ച ആ ഒരു പോലീസുകാരൻ അയാളെ ഇപ്പോൾ പുറത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ മൂന്നിരുന്ന് ഡ്രിങ്ക് ചെയ്യുകയാണ് ഇയാളുടെ അടുത്ത് കൂടുതൽ ഇൻഫർമേഷൻ ചോദിക്കാനായിട്ട്. ആ ഒരു ശാന്തി തമിഴ്നാട് ടായ എന്ന് പറയുന്ന വ്യക്തിനെ ഇവരിപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇവരെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടല്ലോ. ഇയാളുടെ ശരിക്കുള്ള നാടെന്ന് പറയുന്നത് ഇത് തന്നെയാണ്, അതുകൊണ്ട് അയാളെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അറിയാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഇയാൾ പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇയാൾ ഈ ഒരു സ്ഥലത്തേക്ക് ജോലി ഇട്ട് വരുന്ന ടൈമിനാണ് ടായ ആണെങ്കിൽ ഇവിടെ നിന്ന് നാട് വിട്ട് പോയെന്ന് പറയുന്നുണ്ട്. ആ സമയം കിങ് ആണെങ്കിൽ അല്ല, നാട് വിട്ട് പോയത് അയാളുടെ വൈഫിനെയും കുഞ്ഞിനെ എന്തോ ഉപദ്രവിച്ചതുകൊണ്ടാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഈ പോലീസുകാരൻ കറക്റ്റ് എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടുള്ളത് ഇയാളും ഇയാളുടെ വൈഫും തമ്മിൽ ഒരു അടിയുണ്ടായി, ആ അടിയിൽ ഇയാളുടെ വൈഫ് മരിച്ചു പോയി എന്നാണ്, അങ്ങനെയാണ് അയാൾ ഓടി രക്ഷപ്പെട്ടതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇയാളെ വൈഫിനെ കൊന്നതിന് ഇയാൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം പോലീസുകാരൻ പറയുന്നുണ്ട്, അത് പിന്നെ ഇയാളുടെ വൈഫ് മരിച്ചു പോയി എന്നുള്ള കാര്യത്തിൻ്റെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് കണ്ടുപിടിക്കുന്നത്, അതുവരെ ആർക്കും ഈ സത്യം അറിയത്തില്ലായിരുന്നു. പിന്നെ ഇയാളുടെ വൈഫും ഇയാളും തമ്മിൽ ഇങ്ങനെ ഒരു അടി ഉണ്ടായതിന് തന്നെ കാരണം ഇയാളും ആ ഒരു ചാബ എന്ന് പറഞ്ഞ ഒരു ലേഡി തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടാണെന്ന് കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ചാബ എന്ന് പറയുന്നതാണ് ആ ഒരു റിച്വൽ കേസിൽ അന്വേഷിക്കുന്ന പോലീസുകാരൻ്റെ വൈഫായിട്ടുള്ള നേരത്തെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് അന്വേഷിച്ച ഒരു നേഴ്സ്. ഇത്രയും ഇൻഫർമേഷൻ പറഞ്ഞു കഴിയുന്നതും ഒത്തിരി ഡ്രിങ്ക് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു പോലീസ് ഓഫീസർ അവിടെ അങ്ങ് ഉറങ്ങി പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ കിങ് പറയുന്നുണ്ട്, ഇയാൾ ഇത്രയും ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇയാൾ പറയുന്നതൊക്കെ സത്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സിംഗും അപ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. ഈ സമയം തുപ്പാണെങ്കിൽ സിംഗിനെ കോൾ ചെയ്തിട്ട് ഞാൻ ഇതൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ്, നീ തിരിച്ച് റൂമിലേക്ക് എത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഇവരില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം തുപ്പിനെ കാണിക്കുമ്പോൾ തുപ്പ് ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിന് അവനാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്ത് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല. പെട്ടെന്ന് ലൈറ്റൊക്കെ ബ്ലിങ്ക് ആവുന്നുണ്ട്. അപ്പം തന്നെ വീണ്ടും ഒരു പ്രേതം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവനങ്ങനെ കോളിൽ സംസാരിക്കുന്ന നിർത്താണ്. അവനിങ്ങനെ പതുക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവിടെ ഒന്നിനെയും കാണുന്നില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന പേഷ്യൻസിനെ പോലും ഇപ്പം കാണാത്തൊരവസ്ഥയാണ്. അങ്ങനെ അവൻ നടന്ന് അവൻ്റെ ആൻറ്റി കിടന്ന ഒരു ബെഡിൻ്റെ ഏരിയ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും 2 കാലുകൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ക്ലോസ് ആയി പോയി നോക്കുമ്പോഴാണ് അവനെ ഉപദ്രവിക്കുന്ന ആ ഒരു പ്രേതം അവിടെ നിൽക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് തന്നെ അവൻ ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു പ്രേതത്തിൻ്റെ പവർ വെച്ചിട്ട് അതാണെങ്കിൽ ഇവനെ തിരിച്ചിങ്ങനെ വലിക്കുകയാണ്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.